പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം അനുവദിക്കുന്നത് നാം മനസ്സിലാക്കാൻ പോകുന്നത് ബി എ വൈസ് ബിലീവർ. ഒരു ബുദ്ധിയുള്ള വിശ്വാസിയായിരിക്കുക. ബി എ വൈസ് ബിലീവർ, ഒരു ബുദ്ധിയുള്ള വിശ്വാസിയായിരിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബുദ്ധിയില്ലാത്ത വിശ്വാസികളുണ്ടോ? ഉണ്ട്, ബുദ്ധിയില്ലാത്ത വിശ്വാസികൾ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് ഒരു ബുദ്ധിയുള്ള വിശ്വാസിയായിരിക്കുക. ബുദ്ധിയില്ലാത്ത വിശ്വാസി ജീവിതകാലം മുഴുവൻ പാടി പ്രസംഗം കേട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം അവ കേട്ടതിൻ്റെ ഒന്നും ഗുണമില്ലാതെ അവസാനിക്കാനിടയാകും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാകും. അതിൻ്റെ ബുദ്ധിയുള്ള വിശ്വാസി അതനുസരിച്ച് പ്രവർത്തിച്ച് തൻ്റെ ജീവനെ നേടുവാനായിട്ട് ഇടയാകും. ഈ ഒരു കാര്യം അല്പമായിട്ടൊന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. ഈ ശബ്ദത്തിൽ കേൾക്കുന്ന എല്ലാവരും അവരെയും ദൈവം കാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ഗ്രൂപ്പിനെ കാണാം. 10 പേര്. ഈ 10 പേര് പേരും യേശുവിനെ എതിരേൽക്കുവാനായിട്ട് ഒരുങ്ങി വരാം. പക്ഷേ 5 പേര് തള്ളപ്പെട്ടു പോയി. 5 പേര് മാത്രമേ ആ വിവാഹ സദ്യയിലേക്ക് പ്രവേശിക്കപ്പെട്ടുള്ളൂ. മറ്റേ രീതിയിൽ പറഞ്ഞാൽ ദൈവരാജ്യം ആക്കിയുള്ളൂ. അപ്പോൾ പ്രിയരെ, നമ്മൾ ഇതുമായുള്ള ബന്ധത്തിൽ കർത്താവ് എല്ലാ ഉപമകളിലൂടെ സംസാരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ 10 പേരും ഒരു ചർച്ചിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക, ഒരു ഗ്രൂപ്പിലുള്ളതാണ്. ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരുമിച്ച് ആരാധിക്കുന്ന, ഒരുമിച്ച് പ്രസംഗം കേൾക്കുന്ന ആ ഗ്രൂപ്പിൽ പകുതി എണ്ണം ബുദ്ധിയില്ലാത്തവങ്ങളായിരുന്നു. അപ്പോഴൊന്നും അറിയത്തില്ല ബുദ്ധി ഉണ്ടോ ഇല്ലെന്നുള്ള, അവസാനം അറിയത്തുള്ളൂ ബുദ്ധിയുള്ളവനെയും ബുദ്ധിയില്ലാത്തവനെയും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണിത്. ഇന്ന് ഈ തിരുവചനം ഈ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പലരുടെയും ചിന്ത ഇത് പ്രസംഗർക്ക് പ്രസംഗിക്കാനുള്ളതാണെന്നും ബൈബിൾ വായിക്കേണ്ടവർക്ക് ബൈബിൾ വായിക്കാനുള്ളതാണെന്നും. ശരിയാണ്, പ്രസംഗർക്ക് പ്രസംഗിക്കാനുള്ളതാണ്, ബൈബിൾ വായിക്കാനുള്ളവർക്ക് ബൈബിൾ വായിക്കാനുള്ളതാണ്. പക്ഷെ അതിലെല്ലാം ഉപരി ഇതിൽ നിന്നൊരു സന്ദേശം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്തുവാനുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ബുദ്ധിയുള്ള വിശ്വാസികളെയും ബുദ്ധി ഇല്ലാത്ത വിശ്വാസികളെയും കാണാം. രണ്ടുപേരും വിശ്വാസികളാണ്, രണ്ടുപേരും വിശ്വസിക്കുന്നുമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാൻ നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഞാൻ വെളിപ്പാട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ബൈബിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വെളിപ്പാട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ വിശ്വാസി വെളിപ്പാട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ഗ്രാഹിക്കാൻ പറ്റിയൊരു വിശ്വാസിയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബൈബിൾ വായിക്കുന്നത് നല്ലതാണ്, പക്ഷേ ബൈബിൾ അങ്ങ് വായിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ അങ്ങേ വായിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ അങ്ങ് ബൈബിളെ വായിക്കുകയാണ്, നല്ല കാര്യമാണ്. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ അങ്ങേ വായിക്കുവാനായിട്ട് സഹായിക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ ബൈബിൾ വായിക്കുന്നത് നല്ലതാണ്, പക്ഷേ ബൈബിൾ നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. ബൈബിൾ നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യാൻ അനുവദിക്കാതെ സാധാരണ ബുദ്ധിയില്ലാത്ത വിശ്വാസികളെ പോലെ ബൈബിൾ വായിച്ച് അവസാനിപ്പിക്കുകയല്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ബൈബിൾ നമ്മളെ ഒന്ന് വായിക്കണം. ബൈബിൾ നമ്മളെ വായിക്കാതെ നമ്മൾ ബൈബിൾ വായിച്ച് കാലങ്ങൾ കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല.
ഞാനൊരു കത്തോലിക്കനായിട്ട് ബൈബിളിനെ കുറിച്ച് ABCD അറിയാൻ പാടില്ലാണ്ട് കടന്നു വന്ന ആളാണ്. എൻ്റെ ഭാര്യ വിവാഹം കഴിയുമ്പോൾ പെന്തക്കോസ്തുകാരാ എൻ്റെ ചിന്തയിൽ അവരെ പോലെ ബൈബിൾ അറിയാവുന്ന വേറെ ആരുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് ബൈബിൾ പഠിക്കാനാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ പ്രിയരെ, നമ്മൾ ബൈബിൾ വായിക്കണം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഈ ബൈബിൾ വായിച്ച് കൂട്ടി ഞാൻ 15 പ്രാവശ്യം വായിച്ചു, 25 പ്രാവശ്യം വായിച്ചു, 30 വായിച്ചു, 50 വായിച്ചു എന്ന് പറഞ്ഞ് കൂട്ടി വയ്ക്കാതെ ബൈബിൾ നമ്മളെ ഒന്ന് വായിക്കാൻ സഹായിക്കുക. അപ്പോൾ ഈ പ്രസംഗം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഈ പറയുന്ന സന്ദേശം നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യണം, നമ്മളുടെ ജീവിതത്തിൽ സ്കാൻ ചെയ്യണം. നമ്മുടെ ജീവിത പങ്കാളിക്ക് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യണം, അവനവനെ ഇത് സ്കാൻ ചെയ്യണം, എന്നിട്ട് അവനവനെ ഇതിലൂടെ ഒന്ന് കടത്തിവിടണം. ഇല്ലേ, നമ്മൾ ഈ ഹാർട്ടിന്റെ പ്രശ്നമൊക്കെ ഉള്ളവര് ഒക്കെ ചെയ്യുമ്പോൾ രോഗങ്ങളുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, അവരാ മെഷീൻ വെച്ചിട്ട് CT സ്കാൻ എന്നൊക്കെ പറഞ്ഞ് സ്കാൻ ചെയ്യുക, എന്താണ് അതിന്റെ അകത്തെ പ്രശ്നം. ഇതേപോലെ തന്നെ നമ്മുടെ അകത്തെ പ്രശ്നം എന്താണെന്ന് ഈ തിരുവചനത്തിലൂടെ നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യുക. ഗ്ലോറി. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ള ബിലീവർ ആണോ ബുദ്ധി ഇല്ലാത്ത ബിലീവർ ആണോ എന്നൊക്കെ നമ്മളെ നോക്കി വേണ്ട പരിഹാരം ഇന്നേ വരുത്തുക. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ആ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ ലൂടെ നമുക്ക് കടന്നു വരാം. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധി ഇല്ലാത്തവരും ബുദ്ധിയുള്ളവരും ഒന്ന് പറഞ്ഞേ. ബുദ്ധിയില്ലാത്തവരും ബുദ്ധിയുള്ളവരും. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. അവർ ഒന്നെടുത്തു, വേറൊന്നും എടുത്തില്ല. ഗ്ലോറി. അപ്പൊ 2 കാര്യം എടുക്കണമായിരുന്നു, ഒന്നേ എടുത്തോളൂ. ബുദ്ധിയുള്ളവരെ വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു, ബുദ്ധിയുള്ളവർ 2 എടുത്തു. പറഞ്ഞേ, ബുദ്ധിയില്ലാത്തവർ ഒന്നേ എടുത്തോളൂ, ബുദ്ധിയുള്ളവർ 2 എടുത്തു. ഗ്ലോറി. ഇത് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മൾ ഒന്നേ എടുത്തോളോ 2 എടുത്തോളോ നമ്മൾ തിരിഞ്ഞു നോക്കുക, തുറന്നു മതിപ്പോ. ഇനി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്കും തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരുപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. പറഞ്ഞേ, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. പറഞ്ഞേ, ഒരുങ്ങിയിരുന്നവർ, ഒരുങ്ങിയിരുന്നവർ, ഒരുങ്ങിയിരുന്നവർ. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനെ അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടുന്ന സന്ദേശം എന്ന് പറയുന്നത്, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരുപ്പൻ. ബി വാച്ച്ഫുൾ, ഉണർന്നിരുപ്പൻ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയാവുന്നത് ഒരു ചർച്ചിൻ്റെതായ രംഗമാണ് ഈ കാണുന്നത്. ലോകത്തിലെ ഏത് ചർച്ചും ഇതിനോട് സാമ്യമായിട്ട് നമുക്ക് എടുക്കാം. ആ സഭയ്ക്കുള്ളിൽ 2 ടൈപ്പ് ആളുകളാണ് ഉള്ളത്. ഒന്ന് ഇവിടെ പറയുന്നത് ബുദ്ധിയുള്ളവരാണ്, മറ്റത് ബുദ്ധിയില്ലാത്തവരാണ്. 2 പേരും വിളക്കെടുത്തു. അതായത് ഇത് കാണിക്കുന്നത് യേശു കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടവരാണ്. എന്നാൽ അതില് ഒരു കൂട്ടർ എണ്ണ എടുത്തു, മറ്റു കൂട്ടർ എണ്ണ എടുത്തില്ല. എണ്ണ ഇവിടെ പ്രദാനം ചെയ്യുന്നത് ഒരുക്കത്തെയാണ്, കർത്താവിനോടുള്ള അനുസരണത്തെയാണ്.
ഇതുകൊണ്ടാണ് അതിൻ്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു കൂട്ടർക്ക് എന്തുണ്ടായിരുന്നില്ല? ഒരുക്കം ഉണ്ടായിരുന്നില്ല. വേറൊരു കൂട്ടർക്ക് ഒരുക്കം ഉണ്ടായി. ഒരു കൂട്ടർക്ക് എണ്ണ ഉണ്ടായിരുന്നില്ല, വേറെ കൂട്ടർക്ക് എണ്ണ ഉണ്ടായി. അതിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ വാങ്ങുവാൻ പോയപ്പോൾ, ആര് വാങ്ങുവാൻ പോയപ്പോൾ? എണ്ണയില്ലാത്തവർ അത് വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ, എണ്ണ ഉണ്ടായിരുന്നവർ, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് വന്നു, വാതിലടയ്ക്കുകയും ചെയ്തു. ഒരുങ്ങിയിരുന്നവർ. അപ്പോൾ ഒരു കൂട്ടർ ബുദ്ധിയുള്ളവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ മാത്രമല്ല ചെയ്തത്, വിളക്കെടുക്കുക മാത്രമല്ല ചെയ്തത്, അവർ എണ്ണയും കൂടെ എടുത്തു. അവർ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. എന്നാൽ ബുദ്ധിയില്ലാത്തവർ അങ്ങനെയല്ല. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അവർ വിശ്വസിച്ചു, പക്ഷേ അവർ ഒരുങ്ങിയില്ല. വിശ്വസിച്ചു, ഒരുങ്ങിയില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്നൊരു കാര്യം, യേശുവിനെ വിശ്വസിക്കുകയും ഒരുങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, മറ്റത് യേശുവിനെ വിശ്വസിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പ്. വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഒരുങ്ങുക. ഒരുങ്ങിയിരുന്നവർ പോയി. അപ്പോൾ ഈ രണ്ടും ഇന്ന് ലോകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൽ ഇടപഴകി ലോകരീതിയിൽ ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ജനസഭയ്ക്കകത്തുണ്ട്. അവനവനിലേക്ക് നോക്കിയാൽ അവർക്ക് കാണാൻ പറ്റും. കാര്യം ഇവർ വിശ്വാസികളാണെന്നൊക്കെ പറയുമെങ്കിലും ഇവർക്കറിയാം, ഇവരുടെ ഉള്ളിലറിയാം, ഇവർക്ക് ലോകവുമായിട്ട് അങ്ങ് ജീവിക്കാനാ താല്പര്യം. ശരിക്കും അവരും ദൈവവുമായിട്ട് ബന്ധത്തിലായത് മനസ്സിലാകത്തുള്ളൂ. കാര്യം വലിയ വിശ്വാസികളാണെന്നൊക്കെ അവർ പറയുമെങ്കിലും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, വചനം നമ്മളെന്ന് സ്കാൻ ചെയ്യണം. യഥാർത്ഥത്തിൽ അവരുടെ അകത്ത് ലോകവുമായിട്ട് ഇടപഴകി ഒന്ന് ജീവിക്കാനാ താല്പര്യം. അപ്പോൾ അവർ വിളക്കെടുത്തവരാ, പക്ഷേ അവർക്ക് ഒരുക്കമില്ല. പിന്നെ ഈ ലോകത്ത് കേൾക്കുന്ന ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം പിശാച് ലോകത്ത് ഇറക്കി വിടുന്ന സന്ദേശങ്ങളുണ്ടല്ലോ. കുഞ്ഞേ, നീ യേശുവിനെ വിശ്വസിച്ചാൽ മതി, എല്ലാം ആയില്ലയോ എന്ന് പറയുന്ന രീതിയിലുള്ള സന്ദേശം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ വചനമുണ്ട്. പക്ഷേ മുഴുവൻ വചനം എടുക്കത്തില്ല, ഒരു പകുതി വചനം എടുക്കത്തുള്ളൂ. ആ വചനം കൊണ്ട് ഈ കൂട്ടർക്ക് സപ്പോർട്ടുവാ. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മളുടെ അകത്ത് ഈ ലോക സ്നേഹവും ലോകത്തിനോട് ഇണചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രസംഗം കേട്ടാൽ, അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കണ്ടാൽ ഉടനെ തന്നെ ഈ കൂട്ടർ അവരുടെ കൂടെ അങ്ങ് പോകും. കാരണം അവരുടെ ഉള്ളിൽ അതിനോടുള്ള ദാഹമാവുള്ളത്. അവരുടെ ഉള്ളിൽ അതിനോടുള്ള ദാഹമാവുള്ളത്. അവർക്ക് മാറാൻ മനസ്സില്ല. അവർക്ക് മാറാൻ മനസ്സില്ല. ശ്രദ്ധിക്കുക, ഇപ്പോ വേറെ ഒരു കുറച്ച് പ്രാവ്, ആ പ്രാവം അതിൻ്റെ ഇടയിൽ ഒരു കാക്കയുണ്ട്. അവനെ കൊത്തിപ്പറിച്ച് നടക്കുക. ഈ കാക്കയ്ക്ക് മറ്റ് കാക്കേനെ കുറിച്ച് ഒരു അറിവും ഇല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ കാക്ക കാണുന്നത്. ഇത് ഈ പ്രാവിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുത്തി നടക്കുക. അതിന്റെ ഇടയ്ക്കാണ് ഈ കാക്ക കാണുന്നത്. ഇതാ ഒരു 10-35 കാക്കകൾ ഇങ്ങനെ പറന്നു പോകുന്നു. ഉടനെ അവരെല്ലാം കൂടി കാ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പറന്നു പോവുക. അപ്പൊ ഉടനെ ഈ കാക്ക ഉടനെ ഈ പ്രാവിന്റെ കൂട്ടത്തിൽ നിന്ന് പൊങ്ങിയിട്ട് ഈ കാക്കകളുടെ കൂടെ അങ്ങ് പോകും. കാരണം ഈ കാക്കയുടെ അകത്ത് മറ്റു കാക്കയുടെ അകത്തുള്ളതുപോലെ തന്നെയാണ് കാര്യങ്ങളുള്ളത്. ഈ കാക്ക ആ മറ്റു കാക്കയോട് കൂടാനാ താല്പര്യം, ഈ പ്രാവിനോട് കൂടാനല്ല താല്പര്യം. അപ്പോൾ പ്രിയരെ, നമ്മുടെ അകത്ത് എന്താണോ ഉള്ളത് അതനുസരിച്ചുള്ള ഗ്രൂപ്പിലേക്ക് നാം അറിയാതെ മൂവ് ചെയ്യപ്പെടും. നമ്മുടെ അകത്ത് ഏതാണോ ഉള്ളത് അതനുസരിച്ചുള്ളതിലേക്ക് മൂവ് ചെയ്യപ്പെടും. പക്ഷെ അകത്തുള്ളതിനനുസരിച്ച് മൂവ് ചെയ്യാനല്ല ദൈവം വെച്ചിരിക്കുന്നത്. അകത്തുള്ളതിനെ മാറ്റി ക്രിസ്തുവിന്റെ മനസ്സ് നമ്മുടെ അകത്ത് വരണം.
അല്ല നമ്മുടെ അകത്തുള്ളത് വെച്ച് മൂവ് ചെയ്യാനാണ് എങ്കിൽ നാം അപകടത്തിലേക്ക് പോകാനായിട്ട് ഇടയാവും. അപ്പോൾ ശ്രദ്ധിക്കുക പ്രിയ സഹോദരങ്ങളെ, 2 ടൈപ്പ് വിശ്വാസികൾ ഉണ്ട്. രണ്ടും വിശ്വാസികൾ തന്നെയാ. പക്ഷെ ഒരു കൂട്ടം വിശ്വാസികൾ അവർ യേശുവിനെ കർത്താവെന്ന് പറയുമെങ്കിലും അവര് ഒരുക്കമില്ലാത്തവരാ. ഇവരെ ജഡ്ജ്മെന്റ് സീറ്റിന്റെ അവിടെ വെച്ച് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതാണ് കാണുന്നത്. അവസാനം മണവാളം വന്നപ്പോഴാണ് സംഭവം അറിഞ്ഞ്. മത്തായി 7-21 വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവസാനം ജഡ്ജ്മെന്റ് സീറ്റിന്റെ അവിടെ വെച്ചാണ് പിടിക്കപ്പെടുന്നത്. ഞങ്ങൾ നിന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചവരാ, ഞങ്ങൾ വിളക്കെടുത്തവരാന്ന് ഇവര് പറയണേ. പക്ഷെ കർത്താവ് തിരിച്ചു പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാ. എന്താ പിതാവിൻ്റെ ഇഷ്ടം? ഈ ഒരു ദൈവത്തിനായിട്ട് വെളിപ്പെടണം. ഇതാ പിതാവിൻ്റെ ഇഷ്ടം. അതിനൊരു ഒരുക്കമൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിനൊന്നും കഴിയാതെ ഇതാ ഈ ലോകപ്രകാരമുള്ള വിശ്വാസം, നീ കർത്താവേ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ ലെവലിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി. അവര് അബ്ദത്തിൽപ്പെട്ടു. ഒരുക്കം ഉണ്ടായിരുന്നില്ല. ഇത് യേശുവിൻ്റെ വാക്കുകളാണ് ഒരുങ്ങണമെന്നുള്ളത്. ഗ്ലോറി, ഒരുക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിയരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കാൻ കാരണം ജനത്തിന്റെ ഉള്ളിൽ ഇപ്പോ ഒരാൾ വന്നിട്ട് പറയാ, ഇതാ നിങ്ങൾക്കൊരു മേഴ്സിഡസ് വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വേണ്ടെന്ന് പറയൂ? ഒരു മനുഷ്യനും പറയത്തില്ല വേണ്ടെന്ന്. അത് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാലോ നിങ്ങൾ ഉടനെ കൈവെക്കും. ഇതേപോലെ തന്നെ ആർക്കൊക്കെ സ്വർഗം വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗം വേണ്ടാത്തവരാരാ ഉള്ളേ? സ്വർഗം വേണ്ട അവർ കൈവെക്കും. അവര് യേശുവിനെ സ്വീകരിച്ച സ്വർഗം കിട്ടും. യേശുവിനെന്ന് നീ വിശ്വസിച്ച് നീ വാങ്ങണ്ടെന്ന് പറഞ്ഞ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഒരു പണം മുടക്കില്ല, അവര് കൈവെക്കും. ഗ്ലോറി. ഇതേ രീതിയിൽ പറഞ്ഞ അനേക വിശ്വാസികൾ ഇന്ന് സഭയുടെ അകത്തുണ്ട്. അകത്തൊരു മാറ്റവും ഇല്ല. പുറത്ത് നമ്മൾ സുവിശേഷം അറിയിക്കേണ്ട രീതിയിൽ സുവിശേഷം അറിയിക്കാത്തത് കൊണ്ടും അകത്ത് മാറ്റമില്ലാതെ ഓഫർ കൊടുത്തിട്ട് കർത്താവിന്റെ ഭവനത്തിൽ കൂട്ടിയത് കൊണ്ടും ഇങ്ങനെ അനേകർ അകത്ത് മാറ്റമില്ലാതെ അകത്ത് കയറിയിരിക്കുക, സഭയ്ക്കകത്ത് കയറിയിരിക്കുക. അകത്താണ് നമുക്ക് മാറ്റം ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിൽ പറയുന്നത്, പഴയ നിയമത്തിന്റെ കോട്ടിങ് പറയുകയാ, ഈ ജനം എന്നെ ആദരം കൊണ്ടേ ബഹുമാനിക്കുന്നുള്ളൂ. ഈ ജനം എന്നെ ആദരം കൊണ്ടേ ബഹുമാനിക്കുന്നുള്ളൂ. ഇവർ ആദരം കൊണ്ട് എന്നെ കർത്താവ് എന്ന് പറയുന്നു, ആദരം കൊണ്ട് ഇവർ ബഹുമാനിക്കുന്നു. പക്ഷെ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാ, എന്നിൽ നിന്ന് വളരെ അകലെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കർത്താവ് ഹൃദയങ്ങളെ നോക്കുകയാണ്, ഹൃദയങ്ങളെ നോക്കുകയാ. ഹല്ലേലൂയ. നമ്മൾ വാ കൊണ്ട് കർത്താവേ സ്തോത്രം, എത്ര നല്ലവൻ, ഇതൊന്നും അല്ല കർത്താവ് നോക്കണേ. കുഞ്ഞേ, നീ വാ കൊണ്ട് പറയണ നിന്റെ ഹൃദയത്തിനകത്ത് വല്ലതും ഉണ്ടോ? ഇതാ കർത്താവ് നോക്കണം. ഇത് നിന്റെ ഹൃദയത്തിനകത്ത് വല്ലതും ഉണ്ടോ? ഹൃദയത്തിനകത്ത് ഇല്ലാതെ വാ കൊണ്ട് പറയുന്നവരെ കർത്താവ് ഉടനെ വിളിക്കും കാപ്പടിയ ഭക്തരെയെന്ന്. അമ്മേ, അപ്പോ ഈ വചനം ഇപ്പൊ പറയുമ്പോ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഈ വചനം കൊണ്ട് നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യണം. ഗ്ലോറി. മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് വന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവ് അവിടെ കംപ്ലൈന്റ് പോലെയായി പറയുന്നേ. അതിന്റെ 15 അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, കപടഭക്തിക്കാരെ, ഈ ഹിപ്പോക്രൈറ്റ്, കപടഭക്തിക്കാരെ. ഗ്ലോറി. അപ്പൊ കർത്താവ് ഒരു മനുഷ്യനെ നോക്കിയാൽ അവന്റെ അകവും കാണാം പുറവും കാണാം. കപടഭക്തിക്കാരെ, നിങ്ങളെ കുറിച്ച് യേശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഗ്ലോറി. അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം വിശ്വാസികൾ എന്ന് പറയുന്ന അവരുടെ അധരം കൊണ്ടേ ഉള്ളൂ, അവരുടെ പുറം കൊണ്ടേ ഉള്ളൂ. എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അകവും ആ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. ആ പുറം കൊണ്ടുള്ള ബഹുമാനം പരിപാടികളൊക്കെ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് ഈ ലോകത്തിന്റെ രീതി. ഈ ലോകത്തിന്റെ രീതി അതാ. നിങ്ങളൊരു ഓഫീസിൽ ചെന്ന് ഈ ലോകപ്രകാരമുള്ള ഓഫീസിൽ ചെന്ന് അവിടെ മുതലാളി വരും, അവിടുത്തെ അറബി വരും. ഈ അറബീനെ സ്നേഹിച്ചിട്ടാണോ ഈ തൊഴിലാളികൾ ബഹുമാനിക്കുന്നത്? അറബാബെ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നതിന്റെ കാര്യം അറബിയെ സ്നേഹിച്ചിട്ടൊന്നുമല്ല ഈ പുറകെ നടക്കുന്നത്. കാരണം ഈ അറബിയെ ഇതുപോലെ 10 പ്രാവശ്യം പറഞ്ഞാലേ എനിക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. മനസ്സിലായ?
കർത്താവ് പറയുന്നത് ഇതേപോലത്തെ സ്നേഹം കൊണ്ടാണ് നീ നടക്കണേ എൻ്റെ അടുക്കല്, ഇതേപോലത്തെ സ്നേഹം കൊണ്ടാണ് നീ എൻ്റെ അടുക്കൽ നടക്കണേ. അപ്പൊ ഇതേപോലെ ലോകതരത്തിൽ സ്നേഹിക്കുന്ന വലിയൊരു ഗ്രൂപ്പാണ് സഭയ്ക്കകത്തുള്ളത്. കർത്താവ് ഇങ്ങനെയുള്ള സ്നേഹമല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന ജെന്യുനായിട്ടുള്ള സ്നേഹം, അകത്തുള്ളത് പുറത്തു വരണം. അകത്ത് കുറച്ചേ ഉള്ളൂ. കർത്താവ് എൻ്റെ ഉള്ളിൽ ഇത്ര സ്നേഹം കാണുന്നുള്ളൂ, എന്നെ ഒന്ന് സഹായിക്കണേ. കർത്താവ് സഹായിക്കും. കാരണം കർത്താവ് സ്നേഹം ഡെവലപ്പ് ചെയ്ത് തരാൻ നമ്മുടെ അകത്ത് ദൈവസ്നേഹം ഉണ്ടാകത്തില്ല. നമ്മുടെ അകത്തുള്ളത് മുഴുവൻ മനുഷ്യ സ്നേഹമാണ്, ഈ ഇനത്തിൽപ്പെട്ടതാ. എന്തെങ്കിലും കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കും, മനസ്സിലായോ? ഇങ്ങോട്ടേക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനൊന്നും ഉണ്ടാകത്തും ഇല്ല. അപ്പോൾ പ്രിയരെ, ഈ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്, എന്താണ് ഈ ജനങ്ങൾ തള്ളപ്പെട്ടു പോകാനുള്ള കാര്യം, ഇത് നാം ഒന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാം. വെറും വിഡ്ഢികളായ വിശ്വാസികളാകരുത്. ഈ ശബ്ദപതി കേൾക്കുന്ന നിങ്ങൾ എല്ലാവരോടും പറയുന്നത്, വെറും വിഡ്ഢികളായ വിശ്വാസികൾ, ഇവര് വിഡ്ഢികളായ വിശ്വാസികളായിരുന്നു. ഇവർക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റി, സ്വർഗത്തെ അവകാശമാക്കാൻ പറ്റിയില്ല. ഇനിയും വിഡ്ഢികളായ വിശ്വാസികളുണ്ട്. അവരുടെ ചിന്തയിൽ രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, അഭിഷേകം പ്രാപിക്കുന്നതൊക്കെ ഇതൊക്കെ നല്ല കാര്യമാണ് സഹോദരങ്ങളെ. പക്ഷെ അവരും വിഡ്ഢികളായ വിശ്വാസികളായി തീരുകയാണ്. അവരും കർത്താവിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, മത്തായി 7:22-21 വാക്യങ്ങൾ കർത്താവിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഉദയുടെ അവർ ആരായി മാറി? ബുദ്ധിയില്ലാത്ത വിശ്വാസികളായി തീർന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നത് പോലും ഇല്ല, ബുദ്ധിയില്ലാത്ത വിശ്വാസികൾ. ഏമേ. അപ്പോ നമ്മുടെ ചിന്തയിൽ ഇതൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ. പക്ഷേ സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ 5 കന്യകമാരെ പോലെ ഇവരൊക്കെ തള്ളപ്പെടുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ജനത്തിന്റെ ഹൃദയത്തിന് പാകമല്ല, ലോകം നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ലോകമകത്ത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ലോകം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ടേക്ക് ജനത്തിന് അട്രാക്ഷൻ കൂടുകയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇതുപോലെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പ്രിയരെ, ഇത് മനസ്സിലാക്കി തരുവാൻ, എളുപ്പം മനസ്സിലാക്കി തരുവാനായിട്ട് ഒരു സംഭവം കർത്താവിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നു. കർത്താവിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാമല്ലോ, 2000 ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ജീവിക്കുന്ന നിങ്ങൾക്കറിയാം, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അംനസ്റ്റി പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താ അംനസ്റ്റി എന്നറിയാമോ? പൊതുമാപ്പ്. 2012 ഡിസംബർ ആ വർഷം അവസാനമായിട്ട് ഈ അംനസ്റ്റി പ്രഖ്യാപിച്ച പൊതുമാപ്പ്. അംനസ്റ്റി എന്ന് അത് പ്രഖ്യാപിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, വിസിറ്റിംഗ് വിസയിലും കടന്നു വന്നിട്ട് അവര് വിസിറ്റിംഗ് വിസയുടെ സമയം കഴിഞ്ഞിട്ടും പോകാതെ ഇവിടെ ഇലീഗലായിട്ട് പാർക്കുന്നു. തൊഴിൽ വിസയിൽ ഇരുന്ന് ഒരു അറബിയുടെ കീഴിൽ നിന്ന് ചാടി ആ വിസയുടെ പീരീഡ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാതെ ഇലീഗലായിട്ട് ഇവിടെ പാർക്കുന്നു. അങ്ങനെ പല രീതിയിലും ഈ രാജ്യത്ത് ഇലീഗലായിട്ട് കടന്നു വന്ന് പാർക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു സംഖ്യ വ്യക്തികൾ ഇവിടെ ഉള്ളപ്പോൾ അവരെല്ലാം ഈ ഗവൺമെന്റ് നിയമപ്രകാരം ശിക്ഷാർഹരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷാർഹരായ ജനത്തെ അവരെ ശിക്ഷിക്കാതെ, അവർക്ക് ഫൈനൊന്നുമില്ലാതെ അവർക്ക് ഇവിടുത്തെ രാജാവിൻ്റെ ഷെയ്ഖിന്റെ ദയ അവരെ തേടിയെത്തുകയാണ്. എന്നിട്ട് അവർക്ക് പൊതുമാപ്പ് കൊടുത്ത് അവരെ ഇവിടുന്ന് കടത്തിവിടുകയാ. ജയിലിൽ നിന്ന് ഇടാതെ അവരിവിടുന്ന് കടത്തിവിടുകയാ. അവർക്ക് ഔട്ട് പാസ് കൊടുത്ത്, അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുത്ത് അവരെ ഇവിടെ നിന്ന് അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് പോകാൻ സമ്മതിക്കുന്ന രംഗമാണ് ഈ അംനസ്റ്റി എന്ന് പറയുന്ന ക്രമീകരണങ്ങൾ. അപ്പോ ഞാൻ ഇന്റർനെറ്റിൽ ഇതിന്റെ ചില ക്രമീകരണങ്ങൾ കാണുവാനായിട്ട് ഇടയായി. അവിടെ അതിന്റെ പേപ്പർ കട്ടിങ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. ആ അംനസ്റ്റിയുടെ പേപ്പർ കട്ടിങ് അവസാനമായിട്ടുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. അപ്പോൾ ഇത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് കൂടിയിരിക്കുന്ന രംഗമാണ്, കടന്നു പോകാൻ ഔട്ട് പാസ് എടുക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വായിക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, 2 months amnesty for illegal residents begins December 4.
2012 ആൻഡ് അംനെസ്റ്റി വിൽ റൺ ടിൽ February 3rd, 2013. 2 മാസമാണ് ഈ അംനെസ്റ്റി ഉള്ളത്. 2 മാസം. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്ത ആളുടെ പേര് എഴുതിയിട്ടുണ്ട്. പബ്ലിഷ്ഡ് വെനസ്ഡേ November 14, 2012. എന്നിട്ട് ഈ പിക്ചറിന്റെ ആടിയിൽ എഴുതിയിരിക്കുകയാണ് ഒഫീഷ്യൽസ് ഫ്രം ദ ഇന്ത്യൻ കൗൺസിലേറ്റ് ആൻഡ് ഇന്ത്യൻ എയർലൈൻസ് distribute free air tickets to amnesty seekers at the Sharjah Indian Association. കടന്നു പോകുവാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ എയർ ടിക്കറ്റ് ആണ് കൊടുക്കുന്നത്. തുടർന്ന് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന റൈറ്റിംഗ്സ് ഇത് സുവിശേഷീകരണമായിട്ട് ബന്ധപ്പെടുത്താൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളുക. അതിൻ്റെ അടിയിലുള്ള റൈറ്റിംഗ്സ് ആണ്. The UAE Ministry of Interior on Tuesday announced a 2-month amnesty for illegal residents to leave the country without paying fines. അനധികൃതമായി UAE താമസിക്കുന്നവർക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE വിടുവാൻ തക്കവണ്ണം ഒരു ഫൈൻ ഇല്ലാതെ UAE വിടുവാൻ തക്കവണ്ണം 2 മാസത്തെ പൊതുമാപ്പ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നത്തെ വ്യക്തിയുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളാം. മേജർ ജനറൽ നാസർ മിൻഹാലി. അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഓഫ് നാച്ചുറലൈസേഷൻ റെസിഡൻസി ആൻഡ് പോർട്ട് അഫയേഴ്സ് അറ്റ് ദ മിനിസ്ട്രി ഓഫ് ഇന്റീരിയർ സെഡ് he declared the amnesty period will run from December 4 till February 3. മേജർ ജനറൽ നാസർ മിൻഹാലി. നമുക്ക് അദ്ദേഹത്തിന്റെ ഇത്ര നീട്ടം കൂടിയ പേര് വെച്ചിട്ട് മിൻഹാലി നാഗ ഇല്ലേ, നമുക്ക് എളുപ്പമാണ്. ഈ മിൻഹാലിയാണ് നമ്മളുടെ ജീസസിന് പകരമായിട്ട് നിൽക്കാൻ പോണ വ്യക്തി. ശ്രദ്ധിച്ചു കേട്ടോളൂ. മിൻഹാലി. അപ്പൊ മിൻഹാലി അനൗൺസ് ചെയ്തിരിക്കുക. മിൻഹാലി ഡിക്ലെയർഡ്. യേശു ഒന്ന് ഡിക്ലെയർ ചെയ്ത പോലെ മിൻഹാലി ഡിക്ലെയർ ചെയ്യുകയാണ് അംനെസ്റ്റി, പൊതുമാപ്പ്. 2 മാസത്തെ പൊതുമാപ്പ് നിങ്ങൾക്ക് ആർക്കും ഫ്രീ. ഇവിടെ ഇതിഗതിയായിട്ട് താമസിക്കുന്ന എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള അവസരം. മിൻഹാലി അനൗൺസ് ചെയ്തു. മിൻഹാലി സെഡ് എന്ന് എഴുതിയേക്കണം. ഇനി വീണ്ടും അടുത്ത വാക്യം മിൻഹാലി സെഡ്. മിൻഹാലി വീണ്ടും പറഞ്ഞു. യേശു ഇവിടെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു 3.5 വർഷം മുഴുവൻ. മിൻഹാലി സെഡ് റെസിഡൻസി ഫോർ ഫോറിനേഴ്സ് affairs officers in the UAE will receive illegals in 2 shifts. 2 ഷിഫ്റ്റുകളായി ഇവരെ സ്വീകരിക്കും. ടു പ്രൊവൈഡ് ദം വിത്ത് ഔട്ട് പാസസ്. അവർക്ക് പുറത്തേക്ക് പോകാൻ ഔട്ട് പാസസ് കൊടുക്കുക. 2 ഷിഫ്റ്റുകളായി ഇവരെ സ്വീകരിക്കും. ആൻഡ് അതർ നെസസറി ഡോക്യുമെന്റ്സ് ടു ഫ്ലൈ ഔട്ട് ഓഫ് ദ കൺട്രി. ഈ രാജ്യത്തുനിന്ന് പുറത്തു പോകാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഇവർക്ക് പ്രിപ്പയർ ചെയ്യുക. 2 ഷിഫ്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് രക്ഷപ്പെടാനുള്ള അവസരമായത് മിൻഹാലി പറയുകയാണ്. പിന്നെ അങ്ങനെ ധാരാളം താഴേക്ക് വന്നിട്ട് illegal residents leaving the country during amnesty period will be exempted from all fines. നിങ്ങൾക്ക് ഒരു ഫൈനും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫൈനും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് പോകാം. അദ്ദേഹം ഡിക്ലെയർ ചെയ്യുക. ഇത് യേശുവിന്റെ ഡിക്ലറേഷൻ പോലെയാ. യേശു ഇവിടെ വന്നിട്ട് പറയുക കാലം തികഞ്ഞു. വേണ്ട, അവരുടെ അംനെസ്റ്റിയുടെ സമയമായി, കാലം തികഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവരാജ്യം സമീപിച്ച് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിപ്പിൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇതേപോലെ തന്നെ ഒരു അനൗൺസ്മെന്റ് ഇവിടെ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഇത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് എല്ലായിടത്തും മിൻഹാലി സെഡ്, മിൻഹാലി ആസ്ക്ഡ്, മിൻഹാലി ഡിക്ലെയർഡ്, മിൻഹാലി വാണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് അതിൽ എഴുതിയിരിക്കുകയാണ് we have also launched a campaign through various media outlets asking them to approach residency and foreign affairs departments to avail amnesty granted by the ministry. അതായത് വേരിയസ് മീഡിയ ഔട്ട്ലെറ്റ്സ്, TV-യിലൂടെയും പേപ്പറിലൂടെയും നോട്ടീസിലൂടെയും വാൾ പോസ്റ്റിലൂടെയും എല്ലായിടത്തും അംനെസ്റ്റി ഡിക്ലെയർ ചെയ്ത് ഒട്ടിച്ചു വെച്ചു. മനസ്സിലായോ? ഇന്ന് നോക്കിയേ, ഇന്ന് ഈ സമയത്ത് സകല സ്ഥലങ്ങളിലും TV-യിലൂടെ, റേഡിയോയിലൂടെ, ഈ ഇന്റർനെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, സകല മേഖലയിലൂടെയും ഈ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം വിളിച്ചു പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. അവസാനം അതിന് പ്രൊസീഡ് അതിന് ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവിടെ റെഡ് മാർക്ക് ചെയ്തേക്കണുണ്ടോ?
ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. മിൻഹാലി സെഡ്, മിൻഹാലി ആസ്ക്ഡ്, മിൻഹാലി ആസ്ക്ഡ് ആൻഡ് ഹീ സെഡ് ആൻഡ് മിൻഹാലി വാണ്ട്. അവസാനം പറഞ്ഞു അവസാനം ഒരു താക്കീതും കൊടുത്തു. ഈ പീരീഡ് നിങ്ങൾ ഉപയോഗിച്ചില്ല എങ്കിൽ കടുത്ത ശിക്ഷണ നടപടികളായിരിക്കും തുടർന്ന് വരാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വീണ്ടും പറയാണ്, ആൻഡ് he said a campaign will be carried out through media in addition to distribution of leaflets and posters in public places, shopping centers to camp and do all the campaigns to execute this purpose. ഈ പരിപാടി നടത്തുവാൻ തക്കൊണ്ട് എല്ലാ രീതിയിലും ഇവർ പ്രവർത്തിക്കുക. അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനി ജനം വരുന്നില്ല എങ്കിൽ അപകടമാണ്. അപ്പൊ ഈ മേഖലയിലെല്ലാം പറയുന്നത്, കാണിക്കുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, UAE-യിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം തരികയാണ്. അപ്പോ ഇനി അടുത്ത വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരാള് ഇത് കേട്ടു, ഇത് മനസ്സിലായി. അപ്പോ ഇത് മനസ്സിലായതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം നിങ്ങളോട് ചോദിക്കുക. ഇങ്ങനെ രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടെന്ന് കേട്ടു, എന്ത് ചെയ്യണം? നിങ്ങളിത് മനസ്സിലാക്കിയ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് എന്താ പറയുക? മിൻഹാലി പറഞ്ഞത് കേൾക്കൂ, ഇല്ലേ? ഇപ്പോ നിങ്ങൾ ആരെങ്കിലും എന്നോട് വന്നിട്ട് പറയുകയാണ്, നിങ്ങളൊരു ഇലീഗലായിട്ട് ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഈ രാജ്യത്ത് പുറത്തു പോകാൻ ഒരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും വഴിയുണ്ടോ? എന്താ വഴി? അപ്പോൾ നിങ്ങൾ എന്താ അദ്ദേഹത്തോട് പറയാൻ പോണേ? മിൻഹാലി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മിൻഹാലിയുടെ ഡിക്ലറേഷൻ, അനൗൺസ്മെന്റ് നിങ്ങൾ കേട്ടില്ലേ? ആ ഓഫർ നിങ്ങൾ കേട്ടില്ലേ? എല്ലാവർക്കും ഇവിടുന്ന് ഫ്രീ ആയിട്ട് പോകാം. അപ്പോൾ ഉടനെ എന്നോട് പറയുക, അയ്യോ അതിനിപ്പോ അദ്ദേഹത്തെ വിളിക്കണ്ടേ, മിൻഹാലിയെ വിളിക്കണ്ടേ? എങ്ങനെ ചോദിക്കും? അയ്യോ അതിന് പൈസ ഒന്നും വേണ്ട, അതിനെ വിളിക്കുന്ന നമ്പർ ഫ്രീ ആ, 800 ടോൾ ഫ്രീയാ. ഇതാണ് നമ്മുടെ ഗ്രേസ്. നിനക്ക് കയ്യിൽ വിളിക്കാൻ പൈസ ഇല്ലേ? ഇതാ അതിനു വേണ്ടി ഇതാ 800 ഒരു നമ്പർ ഉണ്ടെങ്കിൽ നീ 5 പൈസ മുടക്കണ്ട, ഫ്രീയാ. നിനക്ക് കഴിയാത്തത് ഇതാ ഗവൺമെന്റ് നിനക്ക് സാധ്യമാക്കി തരികയാണ്, ഫ്രീ. അയ്യോ പിന്നെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എഴുത്തുകൂത്തൊന്നും അറിയാൻ പാടില്ലല്ലോ, ഫില്ല് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം. നീ അതും അറിയണ്ട, അതും ഫ്രീയാ. അതിന് ആളുകൾ അവിടെ ഉണ്ട്, അവരെഴുതിക്കോളും. നീ അങ്ങ് ചെന്നാൽ മാത്രം മതി, അവരെഴുതിക്കോളും. ആണോ? പക്ഷെ എനിക്ക് പോകാൻ പൈസ ഇല്ലല്ലോ, എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലല്ലോ. അതും കുഴപ്പമില്ല, അത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അത് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതും ഫ്രീ. നിന്നെ കഴിയാത്ത ഒക്കെ സാധിപ്പിച്ചു തരികയാണ്. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, അങ്ങ് ചെന്നാൽ മാത്രം മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊരാൾ കേട്ടു. മിൻഹാലി പറയുന്നത്, നിങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യാൻ മതി? ഫോളോ മൈ ഇൻസ്ട്രക്ഷൻ. ഞാൻ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അതിനെ ഫോളോ ചെയ്യുക, അല്ലേ? ഈ രാജ്യത്തുനിന്ന് പുറത്തു പോകണം, നിങ്ങൾ ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യയിലേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ രാജ്യക്കാരാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. എന്ത് ചെയ്യണം? ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോ എന്നോട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾ പറയുന്നത്, മിൻഹാലി എല്ലാം പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഫോളോ ഹിസ് ഇൻസ്ട്രക്ഷൻസ്. മിൻഹാലി എല്ലാം പറഞ്ഞിട്ടുണ്ട്, മിൻഹാലിയുടെ ഇൻസ്ട്രക്ഷൻ ഒന്ന് ഫോളോ ചെയ്യുക, ഇല്ലേ? നിങ്ങളും അങ്ങനെയല്ലേ പറയുക, ഇല്ലേ? ഈ രാജ്യത്ത് പുറത്തു പോകാൻ എന്ത് ചെയ്യണം? മിൻഹാലി പറഞ്ഞതൊക്കെ അങ്ങനെ അനുസരിച്ചാൽ മതി, ജസ്റ്റ് ഫോളോ ഹിസ് ഇൻസ്ട്രക്ഷൻ. അപ്പോ ഇത്രേ ഉള്ളൂ, മിൻഹാലി പറഞ്ഞത് അനുസരിക്കുക. അപ്പോ ഒരാളെന്നോട് ചോദിക്കുന്നത്, മിൻഹാലി പറഞ്ഞത് കേട്ടില്ല, ജസ്റ്റ് ഫോളോ ഹിം, ജസ്റ്റ് ബിലീവ് ഹിം. മിൻഹാലി പറഞ്ഞ ഒന്ന് വിശ്വസിക്കുക. നീ വിശ്വസിക്കാത്ത ഒരു സ്റ്റെപ്പ് നീ എടുക്കുവോ? മിൻഹാലി പറഞ്ഞത് വിശ്വസിക്കാതെ ഒരു സ്റ്റെപ്പ് നീ എടുക്കുവോ? ഒരു സ്റ്റെപ്പ് പോലും നീ മുന്നോട്ടേക്ക് വെക്കത്തില്ല. പേടിയാ, കാരണം എന്നെ പിടിച്ച് ജയിലിടുവോന്നല്ലായിരിക്കും, ഇല്ലേ? അപ്പൊ മിൻഹാലി പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് എടുക്കത്തില്ല. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ വെളിയിൽ ഒരു ഇവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു ഇല്ലീഗലായിട്ടുള്ള ആൾ വന്ന് പറയാ, എൻ്റെ രാജ്യത്തേക്ക് പോകാൻ, ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ 10-20 വർഷമായിട്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. അപ്പോൾ ഞങ്ങൾ പറയാം, നീ മിൻഹാലിൽ ഒന്ന് വിശ്വസിച്ചേ, ആ മിൻഹാലി പറഞ്ഞത് ഒന്ന് വിശ്വസിച്ചേ, അന്ന് എങ്കിലും നിനക്ക് ഇന്ത്യയിൽ പോകാം. നിനക്ക് ഈ രാജ്യത്തെ വിടുവിക്കപ്പെട്ട നിനക്ക് ഇന്ത്യയിൽ പോകാം. മിൻഹാലി പറഞ്ഞ ഒന്ന് വിശ്വസിച്ചാൽ മതി, അത്ര മതിയോ? ശ്രദ്ധിച്ച് കേൾക്കണേ.
ബുദ്ധിയില്ലാത്ത വിശ്വാസികളെ കുറിച്ച് പറയാൻ പോവുക. മിൻഹാളി പറഞ്ഞ് വിശ്വസിച്ചാൽ മതിയോ? ഞാൻ ഇന്ത്യ പോവുമല്ലോ. മിൻഹാളി പറഞ്ഞാൽ വിശ്വസിക്കാൻ പോവാ. ശ്രദ്ധിച്ചു കേട്ടോ, മിൻഹാളി പറഞ്ഞാൽ വിശ്വസിക്കാൻ പോവാ. മിൻഹാളി പറഞ്ഞത് ഞാൻ മുഴുവനും വിശ്വസിക്കുന്നു. മിൻഹാളി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചോ? വിശ്വസിച്ചു. ഒന്ന് ശരിക്കും നോക്കി വിശ്വസിച്ചോ? വിശ്വസിച്ചു. മിൻഹാളി പറഞ്ഞ മുഴുവനും ഞാൻ വിശ്വസിച്ചു. ഇന്ത്യ പോവല്ലോ അല്ലേ? മിൻഹാളി പറഞ്ഞത് മുഴുവനും ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ചില്ലേ? അതിന് പാടിക്കോ. മിൻഹാളി നല്ലവൻ, മിൻഹാളി നല്ലവൻ, മിൻഹാളി നല്ലവൻ, മിൻഹാളി നല്ലവൻ. ഇനി എത്തിയോ ബ്രദറെ ഇന്ത്യയില്? ഞാൻ ഇന്ത്യയിൽ എത്തിയോ ബ്രദറെ? ഞാൻ ഇന്ത്യയിൽ എത്തിയോ? നീ ഇന്ത്യയിൽ എത്തിയില്ല. ഇങ്ങനത്തെ വിശ്വാസം കൊണ്ട് നീ ഒരു 100 വർഷം പാടിയാൽ നീ ഇന്ത്യയിൽ എത്തൂല. ഇങ്ങനത്തെ വിശ്വാസം കൊണ്ട് 100 വർഷം പാടിയാലും ഇന്ത്യയിൽ എത്തത്തില്ല. പിന്നെ അടുത്ത മിൻഹാളി എത്തത്തില്ല സഹോദര. നീ മിൻഹാളിയെ വിശ്വസിച്ചെങ്കിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടേ. ശരിക്കും പറഞ്ഞ ഇന്ത്യയിൽ എത്താൻ ഇവരെന്താ ചെയ്യണ്ടേ? മിൻഹാളി വിശ്വസിച്ചാൽ മിൻഹാളി പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്യും. ശരിയാണോ? ആദ്യം ടെലിഫോൺ എടുക്കും, എന്നിട്ട് ചോദിക്കും ടോൾ ഫ്രീയാ, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എപ്പോഴാ വരണ്ടേ, ഒരു അപ്പോയിന്റ്മെന്റ് വെച്ച് ചെയ്യും. ഇല്ലേ? ഇതാണ് വിശ്വസിച്ചാൽ ചെയ്യണേ. ഇതാണ് വിശ്വസിച്ചാൽ ചെയ്യുക. അല്ലാതെ മിൻഹാളി നല്ലവണ്ണം പറഞ്ഞ് പാട്ടുപാടി ഞാൻ വിശ്വസിച്ചു എന്നും പറഞ്ഞ് പാട്ടുപാടി ഇരിക്കുകയല്ല. മിൻഹാളിയിൽ വിശ്വസിച്ചെങ്കിൽ മിൻഹാളി പറയുന്ന ഓരോ സ്റ്റെപ്പും എടുക്കും. ടെലിഫോൺ എടുക്കും, ടോൾ ഫ്രീ, 5 പൈസ കൊടുക്കണ്ട, അവർ ഇന്റർവ്യൂവിന് ടൈം തരും, നേരെ ആ സമയത്ത് അവിടെ ചെല്ലും. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ അറിഞ്ഞുകൂടാ, പക്ഷെ തന്റെ പേരിൽ ആപ്ലിക്കേഷൻ മേടിച്ചൊരു ഓഫീസറുടെ കൊടുക്കും, ഓഫീസർ ഫില്ല് ചെയ്ത് തരും. തനിക്ക് ഔട്ട് പാസ് കിട്ടും, ടിക്കറ്റ് ഇല്ല. അടുത്ത സെക്ഷനിൽ ചെല്ലുമ്പോൾ അവർ ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റ് അവർ തരും. ഇതെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ ചെന്ന് കയറിയാൽ അവന് ഇതാ രക്ഷപ്പെട്ടു പോകാം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് മിൻഹാളി. മിൻഹാളി പറഞ്ഞത് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ യേശു വിശ്വസിച്ചു, പിന്നെ ഞാൻ യേശു വിശ്വസിച്ചു, യേശു വിശ്വസിച്ചു, പിന്നെ യേശു നല്ലവൻ. ഇത് പാടിക്കൊണ്ടിരിക്കുന്ന പാടണ നല്ലതാ, പക്ഷെ ഇത് പാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഞ്ഞെ നീ അവിടെ എത്തത്തില്ല. ഇതാ കർത്താവ് പറഞ്ഞ്, എന്റെ കർത്താവെ കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നാലും നീ അവിടെ എത്തത്തില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം നീ ചെയ്യേ. നീ ചെയ്യേ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ചുമ്മാ ഈ പോഷത്രം വിശ്വസിക്കുന്ന പറഞ്ഞ് വെറും പോഷത്രം കാണിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വിശ്വസിക്കും. കർത്താവ് പറയാ ഫോളോ മീ. മിൻഹാളി പറയാ ഫോളോ മൈ ഇൻസ്ട്രക്ഷൻസ്. ഇതേപോലെ കർത്താവ് പറയാ ഫോളോ മീ. നീ എന്നെ വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നീ എന്നെ അനുഗമിക്കാത്തെ. നീ എന്നെ വിശ്വസിച്ചിട്ടില്ല. നീ എന്നെ യഥാർത്ഥത്തിൽ വിശ്വസിക്കും, നീ എന്നെ അനുഗമിച്ചേനെ. വിശ്വസിക്കാത്തോണ്ട് നീ അനുഗമിക്കാത്തെ. ഞാൻ നമ്മുടെ ഈ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, പല സ്ത്രീകളും പുരുഷന്മാരുടെ പുറകെ ഇറങ്ങിപ്പോകുന്നത് ഒരു കാര്യം കാണാറുണ്ട്. അതായത് വിവാഹപ്രായമായുള്ള സ്ത്രീകൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ കൂടെ പഠിച്ചിരുന്നപ്പോൾ 19 ആൺകുട്ടികൾ കൂടെ പഠിച്ചിട്ടുണ്ടാവും. ഇവരുടെ കൂടെ ഒന്നും പോയില്ല, ഈ ആണുങ്ങളുടെ കൂടെ. പക്ഷെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ടു, ആ പുരുഷന്റെ കൂടെ വീട്ടുകാർ സമ്മതിച്ചില്ല, ചിലപ്പോൾ ഇറങ്ങി പോകേണ്ടതുണ്ട്. പലപ്പോഴും അപകടത്തിലാവും. പക്ഷെ ചില സമയം കണ്ടിട്ടുണ്ട് ഈ സ്ത്രീകൾ ഇറങ്ങി പോകുന്നത്. ഈ കൂടെ കൊണ്ട് 50 ആണുങ്ങളുടെ കൂടെ ഇറങ്ങി പോകാതെ ഈ ഒരുത്തന്റെ കൂടെ ഒരുത്തനെ മാത്രം ഫോളോ ചെയ്തു പോയേ? പറഞ്ഞേ, എന്തുകൊണ്ടാ ഒരുത്തനെ മാത്രം പുറകെ പോയേ? വിശ്വസിച്ചു അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. വിശ്വസിച്ചാൽ പുറകെ പോകും. യഥാർത്ഥ വിശ്വാസത്തിന്റെ തെളിവാ ഫോളോ. മനസ്സിലായോ? നമ്മൾ യഥാർത്ഥ ഒരു വ്യക്തി വിശ്വസിച്ചെങ്കിൽ അതിന്റെ തെളിവാ നമ്മൾ ആ വ്യക്തിയെ പിന്തുടരും. അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല, വിശ്വസിച്ച് വരട്ടി തീർക്കുകയാ. മിൻഹാളി നല്ലവൻ. ഈ വിശ്വാസം കൊണ്ടൊന്നും അവിടെ ചെല്ലത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ വാ കൊണ്ട് പറയാന്നുള്ളു, ഹൃദയത്തിന്റെ അകത്തില്ല. യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ തന്റെ കൂടെ പഠിച്ച ആ കുട്ടി തന്റെ കൂടെ പഠിച്ച 50 പേരുടെയും പുറകെ പോകാതെ താൻ ജീവിതത്തിൽ കണ്ട ഒരു വ്യക്തിയുടെ പുറകെ മാത്രം പോയതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തിയെ വിശ്വസിച്ചതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ നമ്മൾ യേശുവിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഥാർത്ഥ യേശുവിന് വിശ്വസിച്ചതുകൊണ്ടാണ്. അല്ലാത്ത വ്യക്തികൾ ചുമ്മാ കൈയടിച്ചുകൊണ്ട് ഇരിക്കുക, എന്തെങ്കിലും യേശുവിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണം കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അറബീനെ അറബാബെ എന്ന് വിളിച്ച് പുറകെ പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണത് പോലെ യേശുവിനെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ പോയി എന്തെങ്കിലും കരസ്ഥമാക്കാൻ ശ്രമിക്കുക. ഇതല്ല നമുക്ക് വേണ്ടത്. യഥാർത്ഥ വിശ്വാസികളായിരിക്കും. യഥാർത്ഥ വിശ്വാസികൾ കർത്താവിനെ യഥാർത്ഥമായി അനുഗമിക്കും.
അനുഗമിക്കാത്ത വിശ്വാസം എല്ലാം പാഴ് ടൈപ്പാ, എല്ലാം പാഴ് ടൈപ്പാ. ഇന്ന് ഈ വചനം നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യട്ടെ, നമ്മുടെ അകത്ത് കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് പോകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ വിശ്വാസം ഏത് ടൈപ്പാന്ന് ചെക്ക് ചെയ്യാം. ഇതുകൊണ്ട് 5 പേര് ബുദ്ധിയുള്ളവരാ, ബുദ്ധിയുള്ള വിശ്വാസികളാ, മറ്റൊരു ബുദ്ധി ഇല്ല. ഹല്ലേലൂയ. അവർക്ക് വിളക്കേ ഉള്ളൂ, വിളക്കിന്റെ അകത്ത സാധനം ഇല്ല. ശ്രദ്ധിച്ചേ, പുറമേ ഉള്ളൂ, പുറം മനുഷ്യന്റെ പുറമാ കാണിക്കുന്നത്. പുറം കൊണ്ട് ഇവരെന്നെ ഓണർ ചെയ്യുന്നു, ഇവരുടെ അകലിൽ നിന്ന് അകലെയാ. അവർക്ക് വിളക്കേ ഉള്ളൂ, വിളക്കിന്റെ അകത്തൊരു സാധനം വേണം, അതില്ല അവർക്ക്. പുറമെ വിശ്വസിക്കുന്നു പറയുന്നുണ്ട്, പക്ഷെ ആകമേ യഥാർത്ഥ വിശ്വാസികളല്ല. സഹോദരങ്ങളെ, നമ്മളിലേക്കൊന്ന് ചെക്ക് ചെയ്തേ, ഇത് ഏത് ടൈപ്പാ നമ്മള്? ഇന്നത്തെ ഈ ലോകത്തിലെ മാലിന്യം നിറഞ്ഞ സുവിശേഷം നല്ലതാ, പക്ഷെ അതില് ലോക ചിന്തകളോട് കയറ്റി അടിച്ചങ്ങ് വിടുമ്പോ പലർക്കും ഉഴപ്പിപ്പോകാനുള്ള ഒരു നല്ലൊരു ചാൻസ് ആയത്. ഹല്ലേലൂയ. നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണും, അതിൻ്റെ ഓഫറുകളൊക്കെ വരുമ്പോൾ വളരെ വളരെ നല്ലതായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് എഴുതിയിരിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ എന്ത് ചെയ്താൽ മാത്രം മതി? വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിച്ചു, ശരിക്കും വിശ്വസിച്ചോന്നേ. ഇവര് വിശ്വസിച്ചു എന്ന് വരത്തി തീർത്ത് ഈ വചനം ആക്കി എടുക്കുക. വിശ്വസിച്ചെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യും, വിശ്വസിക്കാത്തവന് ഫോളോ ചെയ്യത്തില്ല. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതാ യേശുവിനെ അനുസരിക്കുകയാണ്. അനുഗമിക്കുക എന്ന് പറയുമ്പോൾ എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, ആദ്യം നമ്മുടെ തീരുമാനമാണ്, വേണോ വേണ്ടേ എന്നുള്ളത്. ആദ്യം അവിടെ ആ തീരുമാനം വരണം. ഇച്ഛിച്ചാൽ, അനുഗമിക്കാൻ ഇച്ഛിച്ച അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശും എടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇതിനൊന്നും മനുഷ്യർക്കും മനസ്സില്ല. യഥാർത്ഥത്തിൽ ഇതിന് മനസ്സുണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണ വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കത്തില്ല. ഇതൊക്കെ വലിയ പാടാണ്, ഇറങ്ങിത്തിരിക്കത്തില്ല. ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരു ക്രമീകരണം കണ്ടതുകൊണ്ട്, ചെറുനാളില് സ്കൂളിൽ പഠിച്ച ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു പെൺകുട്ടിയെക്കുറിച്ച് കേൾക്കാനിടെ, ആ പെൺകുട്ടി ഒരു നായർ കുടുംബത്തില്, വലിയൊരു നായർ കുടുംബത്തിൽ ജനിച്ചതാണ്. പക്ഷേ ഒരു കണ്ടക്ടറുടെ കൂടെ, പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറുടെ കൂടെ ഇറങ്ങിപ്പോകാനായിട്ട് ഇടയായി. ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറായി. എന്തുകൊണ്ടാ? ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീക്ക് അറിയാം, ഞാൻ ഇറങ്ങിപ്പോകുന്നത് വലിയ സിംഹാസനത്തിന്റെ അങ്ങനെ സിംഹാസനങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് താഴേക്ക് അന്നുള്ള ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇത് അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ സ്ത്രീ ഹൃദയത്തിൽ കാണുകയാ, ഞാൻ അനുഭവിക്കാൻ പോണവരെ ഇനി കഷ്ടങ്ങളാണ്, പ്രയാസങ്ങളാണ്. എങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സ്ത്രീ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അവളുടെ തീരുമാനമാവൽ ഇറങ്ങിത്തിരിച്ച്. അപ്പോൾ പ്രിയരെ, ഇവിടെ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു പറയുകയാണ്, നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ഇതൊക്കെയായിരിക്കും നിനക്കൊണ്ടാകാൻ പോകുന്നേ. നീ തന്നെത്താൻ ത്യജിക്കണം, ക്രൂശ് എടുക്കണം. നിനക്ക് മനസ്സുണ്ടോ? സഹോദരങ്ങളെ, ഇത് ജീവന്റെ മാർഗമാണ്. നിത്യ മണവാള യേശുവിനെ പിന്തുടരാനുള്ള വ്യവസ്ഥകളാണ് ഇത്. അല്ല എങ്കിൽ കർത്താവ് കഥ അടയ്ക്കും. അവിടെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഞങ്ങൾ പറഞ്ഞു 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഞങ്ങൾ പ്രസംഗിച്ച് കേട്ടത് ഇങ്ങനെയാണല്ലോ, വിശ്വസിച്ചാൽ മതി. യഥാർത്ഥത്തിൽ നീ വിശ്വസിച്ചെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നീ ഫോളോ ചെയ്തേനെ. അല്ലാത്ത വിശ്വാസമൊക്കെ ഫേക്കാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സാമ്രാജ്യം അല്ല, നമ്മുടെ കാന്തനായ യേശുവിന്റെ സാമ്രാജ്യമാണ്. ഹല്ലേലൂയ. അപ്പോ അതനുസരിച്ച് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പൊ വിശ്വസിക്കുക. അപ്പൊ ഇത് മാത്രം പ്രസംഗിച്ച് അവസാനിപ്പിക്കുക. എന്താണ് വിശ്വാസം? ഇതിലെങ്ങനെ, എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നില്ല. എന്താണ് ഈ വിശ്വാസം എന്നുള്ളത് അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ ഉണ്ട്.
ആദ്യം 16-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുക. ഇനി എന്താണ് ആ വിശ്വാസം എന്നുള്ളത് 36-ാമത്തെ വാക്യത്തിലുണ്ട്. ഇത് പകുതി വെച്ചിട്ട് വിടരുത്. അവിടെ പറയുകയാണ് 36-ാം വാക്യത്തിൽ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ശരിയാ, വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. നമ്മൾ ഈ ലോകപ്രകാരമുള്ള ഡ്യൂപ്ലിക്കേറ്റ് വിശ്വാസമല്ല. എനിക്ക് നിന്നെ വലിയ വിശ്വാസമാണ്. ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് പറയുമ്പോൾ തന്നെ വിശ്വാസം അതിൻ്റെ ഉള്ളിൽ പലപ്പോഴും കാണപ്പെടത്തില്ല. ഈ വിശ്വാസത്തിൻ്റെ കാര്യമല്ല പറഞ്ഞേ. പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, പക്ഷെ പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. വ്യക്തമായിട്ട് ബൈബിൾ പറയാം. പക്ഷെ ഇത് എടുത്തു പറയത്തില്ല. പല മീറ്റിങ്ങുകളിൽ ഇത് പറയത്തില്ല. എന്താണ് ഈ വിശ്വാസം? പുത്രനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ പുത്രനെ അനുസരിക്കും. യു വിൽ ഒബേ ജീസസ് ക്രൈസ്റ്റ്. ഇത് പറയാതെ വിശ്വാസം എന്ന് പറയുമ്പോൾ ജനത്തിൻ്റെ ഉള്ളിൽ കയറുന്ന വിശ്വാസം വേറെയാ. വിശ്വസിച്ചു പിന്നെ ആ കൂട്ടം ഒന്ന് മാറിയാൽ മതിയല്ലോ പബ്ലിക്കായിട്ട്. ഇതെല്ലാം ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരേണ്ട കാര്യങ്ങളാണ്. ശരിക്കും ആ മിൻഹാലി എന്ന് പറയുന്ന ഒഫീഷ്യൽ, ആ ഓഫീസർ പറഞ്ഞത് വിശ്വസിച്ചെങ്കിൽ മിൻഹാലിയെ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. പാട്ട് പാടിക്കൊണ്ട് അവിടെ ഇരുന്നു കഴിഞ്ഞാൽ 100 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്തത്തില്ല, UAE തന്നെ കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? പകരം കുഞ്ഞെ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ മിൻഹാലി പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ഇതേപോലെ തന്നെ യേശുവിനെ അനുഗമിച്ചാൽ, യേശുവിനെ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. പക്ഷെ വിശ്വസിച്ചാൽ യേശു പറയുന്നത് ഇത് ഇൻസ്ട്രക്ഷൻ നീ ഫോളോ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അത് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് രക്ഷപ്പെടാം. യേശു പറയാം, നീ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ. ലൂക്കോസ് 9:23 എടുത്തേ. അപ്പൊ ഇത് മറക്കരുത്. യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അർത്ഥമാക്കുന്ന യേശുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. ഗ്ലോറി. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ, അതിൻ്റെ അർത്ഥം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് അനുസരണം എന്നുള്ളതാണ്. അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഇതുകൊണ്ടാണ് അനേകർ കർത്താവെ എന്ന് വിളിച്ചിട്ട് അവരെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാത്ത തീപ്പുകയിലേക്ക് പോകുന്നത്. അനേകർ സുവിശേഷം അറിയിക്കുകയും രോഗികളെ സൗഖ്യം ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തിട്ട് അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാതെ സ്വർഗ്ഗരാജ്യം അവകാശമാക്കാതെ നിത്യമരണത്തിലേക്ക് അവർ കടന്നു പോകുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഇപ്പം ഏത് വാക്യെടുക്കാനോ പറയുന്നത് നിങ്ങളോട്? ലൂക്കോസ് 9:23 കടന്നു വന്നാട്ടെ. എങ്ങനെയാ യേശുവിനെ അനുഗമിക്കുന്നത്? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ. യേശുവാണ് സാൽവേഷൻ. യേശുവിലൂടെയാണ് സാൽവേഷൻ, അല്ലാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ നീ എന്നെ വിശ്വസിച്ചാൽ നീ ചെയ്യേണ്ടത് എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. നീ എന്നെ വിശ്വസിച്ചാൽ നീ ചെയ്യേണ്ടത് എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ അനുഗമനം എന്ന പ്രവൃത്തിയില്ലാതെ പിന്നെ നീ എന്ത് വിശ്വസിച്ചാ പറഞ്ഞേ? യാക്കോബ് പറഞ്ഞു കേട്ടിട്ടില്ലയോ? പ്രവൃത്തി കൂടാതെയുള്ള നിന്റെ വിശ്വാസം ആത്മാവില്ലാതെ ശരീരം പോലെ ചത്തതാ. ഒരുത്തം പറയാണ് മിൻഹാലി വിശ്വസിച്ചു. ഞാൻ മിൻഹാലി വിശ്വസിച്ചു. പിന്നെ കുറച്ച് പാട്ടും പാടി ഇങ്ങനെ ഇരിക്കുക. മിൻഹാലി വിശ്വസിച്ചു, മിൻഹാലിയുടെ നാമത്തിലൊരു ഉപവാസം, മിൻഹാലിയുടെ നാമത്തിൽ ഒരു കൺവെൻഷൻ, ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ, പോകത്തില്ല. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് വ്യർത്ഥ മനുഷ്യ. വിശ്വാസിയോടെ പറയണേ, വ്യർത്ഥ മനുഷ്യ. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും. നിനക്ക് എന്തുണ്ട്? വിശ്വാസം ഉണ്ടല്ലേ? ഉണ്ട്. വിശ്വാസം നിർജീവമാണ്. അവനൊരു ബുദ്ധിശൂന്യനായ വിശ്വാസിയായിരുന്നു. ബി എ വൈസ് ബിലീവർ. ബി എ വൈസ് ബിലീവർ. യേശുവിനെ വിശ്വസിച്ചാൽ യേശുവിനെ അനുഗമിക്കും. ഇവിടെ യേശു പറയുകയാണ്, പിന്നെ എല്ലാവരോടും പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ. പറഞ്ഞ ഇച്ഛിച്ചാൽ, ആഗ്രഹിച്ചാൽ. അപ്പോൾ നമ്മുടെ ആഗ്രഹം വേണം. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ആഗ്രഹം ജനിക്കണം. നമ്മുടെ ആഗ്രഹം ജനിച്ച്, അതായത് ഇവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ആഗ്രഹം ജനിച്ചു, എന്ത് ചെയ്യണം? തനിക്ക് ഇന്ത്യയിൽ പോകണമെന്ന് ആഗ്രഹം ജനിച്ചു. എന്നിട്ട് ഉടനെ തന്നെ ആ ആഗ്രഹത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യും? മിൻഹാലിയുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യും.
അല്ലേ? ആ ആഗ്രഹത്തിൽ നിന്ന് മിൻഹാളിയുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യും. അപ്പൊ ഇതുപോലെ കർത്താവ് പറയുന്നത്, നീ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, പിന്നെയാണ് സ്റ്റെപ്സ്. ആദ്യം ആ ആഗ്രഹം വേണം. ശരിക്കും ആ ആഗ്രഹം നമ്മുടെ അകത്തുണ്ടോ? ഇതാ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആ 2012 ഈ 2 മാസത്തെ അംനെസ്റ്റി പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ടും അനേകർ ഇവിടെ നിന്ന് പോകാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അനേകർ പോകാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ സ്വന്തം നാടിനേക്കാൾ ഞങ്ങൾക്ക് താല്പര്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സാണ്. മനസ്സിലായോ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, യേശുവിനെ വിശ്വസിച്ചെന്ന് വരുത്തിയിട്ട് പോകാതെ നിൽക്കുന്ന അനേകരുണ്ട്. സ്വർഗത്തിലേക്കാൾ ഞങ്ങൾക്ക് താല്പര്യം ലോകമാണ്. സ്വർഗത്തേക്കാൾ ഞങ്ങൾക്ക് താല്പര്യം ലോകമാണ്. ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഇതാ കർത്താവ് പറഞ്ഞ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത. ലോകത്തെ അവർ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് സ്വർഗത്തിലേക്ക് പോകണ്ട. പിന്നെ ഫ്രീ ആയിട്ടൊരു ഓഫർ വരുമ്പോൾ ആരാ ബ്രദറെ വേണ്ടെന്ന് വയ്ക്കുക? യേശുവിനൊന്ന് വിശ്വസിച്ചാൽ പോരെ? ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അത്ര ബുദ്ധി പറഞ്ഞതാണോ കർത്താവ്? ഹൃദയം ലോകത്തിനും വാക്കുകൾ കർത്താവിനും. കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയവും നമ്മുടെ ഹൃദയത്തിലുള്ള വാക്കുകളും കർത്താവിനായി തീരണം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ചെക്ക് ചെയ്തുകൊള്ളുക. ജെയിംസ് ചാപ്റ്റർ 2 2-ാം അധ്യായം 20-ാം വാക്യം. അവരെഴുതിയിരിക്കുന്ന കാര്യം നമ്മളിലേക്ക് തന്നെ നോക്കണം. ഏത് ടൈപ്പ് വിശ്വാസമാണെന്ന്. ബുദ്ധിയില്ലാത്ത വിശ്വാസമാണെങ്കിൽ വിളിക്കുന്നത് വ്യർത്ഥ മനുഷ്യാന്നാ. വിശ്വാസി തന്നെയാ, വ്യർത്ഥ മനുഷ്യൻ. അവരെഴുതിയിരിക്കുക, വ്യർത്ഥ മനുഷ്യ, പ്രവർത്തിയില്ലാത്ത വിശ്വാസം. അതായത് ഇത്രേ ഉള്ളൂ. മിൻഹാളി നല്ലോണം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടേ. ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് മിൻഹാളിയുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അതാണ് പ്രവൃത്തി. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രവൃത്തി ഇല്ലെങ്കിൽ നിന്റെ വിശ്വാസം നിഷ്ഫലമാ. അതൊരു ബുദ്ധിയുള്ളതല്ല, ബുദ്ധിയില്ലാത്തതാ. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. കാരണം ഇവിടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന അബ്രഹാം പറയുമ്പോഴും ദൈവത്തിനത് തെളിയണം. നീ യഥാർത്ഥത്തിൽ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ, എല്ലാറ്റിലും ഉപരിയായി നീ എന്നെ സ്നേഹിക്കും. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മകനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കും. ശരി, ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ സകലത്തിനുപരിയായി ദൈവത്തെ സ്നേഹിക്കും. വിടേണ്ടതൊക്കെ വിടും. ദൈവം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഉടനെ ദൈവത്തിന് പ്രൂവ് ചെയ്യണം. ദൈവത്തിനത് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിക്കുക, അബ്രഹത്തിനോട് പറയുക, നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണം, എനിക്കായിട്ട് യാഗം കഴിക്കണം. പണ്ട് മരിച്ചുപോയ ഒരു ദേവദാസന്റെ പ്രസംഗത്തിലൂടെ ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അബ്രഹാം രാത്രിയായപ്പോൾ എല്ലാവരും ഉറങ്ങി. എബ്രാഹത്തിന് ഉറക്കം വരുന്നില്ല. തൻ്റെ ഒരേ ഒരു കുഞ്ഞാ. താൻ അവിടെ നിന്ന് കിടക്കേന്ന് എഴുന്നേക്കും. തൻ്റെ മോൻ്റെ അടുക്കിലേക്ക് നടന്നു വരും. എന്നിട്ട് മോനെ നോക്കും. എന്നിട്ട് മോനെ നോക്കിയിട്ട്, മോനെ, എനിക്ക് നിന്നെ വലിയ സ്നേഹമാട്ടോടാ മോനെ. പക്ഷെ നിന്നെക്കാളും എനിക്ക് സ്നേഹം എൻ്റെ ദൈവത്തെയാ. എൻ്റെ ദൈവത്തെയാ. വീണ്ടും പോവും, വീണ്ടും കിടക്കും. തനിക്ക് ഉറക്കം വരുന്നില്ല. താൻ വീണ്ടും എഴുന്നേറ്റ് വീണ്ടും അടുക്ക് വരും. മോനെ, പപ്പയ്ക്ക് വലിയ സ്നേഹമാണ് നിന്നോടട്ടോ. നിന്നെ വലിയ സ്നേഹ. പക്ഷെ നിന്നെക്കാളും സ്നേഹം എനിക്ക് എൻ്റെ ദൈവത്തോടാട്ടോ. പ്രിയ സഹോദരങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ദൈവം നമ്മുടെ അകത്ത് പലതും പറയും.
കുഞ്ഞെ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനായിരിക്കും കർത്താവ് വിടാൻ പറയുന്നത്. കാരണം കർത്താവ് ടെസ്റ്റ് ചെയ്യുക, നമ്മൾ നശിപ്പിക്കാനല്ല. നീ നിന്റെ സ്നേഹം യഥാർത്ഥമാണോ കർത്താവ് ടെസ്റ്റ് ചെയ്യുക. അവസാനം ഇതെങ്ങാനും പോയിട്ട് സാറയോട് പറഞ്ഞ വല്ല കാര്യം നടക്കുമോ? കർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് സാറയോട് പറഞ്ഞ കാര്യം നടക്കുമോ? ഒരു പരിപാടി നടക്കത്തില്ല. കുടുംബകലമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോണേ. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം അറിയിക്കാൻ പാടില്ലാത്തടത്ത് കാര്യങ്ങൾ അറിയിക്കരുത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഈ സമയത്താണ് ഇന്ന് മിഷൻ ഇന്ത്യയുടെ ഡയറക്ടറായിരിക്കുന്ന പി ഡി ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇരിക്കണേ. യാക്കോബ കുടുംബത്തിലോ എവിടെയോ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ അതിൻ്റെ അകത്തിരിക്കണേ. അപ്പനെ വലിയ സ്നേഹം, ഒന്നും അപ്പനെ കൂടാതെ ചെയ്യത്തില്ല പുള്ളി. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനുമായിട്ട് സ്നാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് സ്നാനത്തെക്കുറിച്ച് തർക്കിച്ച് എല്ലാം നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന അദ്ദേഹം ഇത് കേൾക്കുകയാണ്. അപ്പോൾ ഈ സംസാരം വന്നുകൊണ്ടിരിക്കുക. നിന്നേക്കാൾ എനിക്ക് സ്നേഹം എൻ്റെ ദൈവത്തോടാ മോനെ എന്നുള്ള സംസാരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ ഉദിച്ചപ്പോൾ അതായത് ഇതുവരെയും ഞാൻ പിടിച്ചുകൊണ്ടിരുന്ന സിസ്റ്റം എനിക്കുണ്ട്, എൻ്റെ സിസ്റ്റമുണ്ട്. അതിനേക്കാൾ അധികം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? ഇതുവരെ ഞാൻ പിടിച്ചുകൊണ്ടിരുന്ന സിസ്റ്റത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇതുവരെ ഞാൻ സ്നാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാഞ്ഞേ. പക്ഷേ അബ്രഹാമിൻ്റെ ആ വാക്കുകൾ ആ ദേവദാസൻ വിസ്തരിച്ചത് കേട്ടപ്പോൾ, മോനെ എനിക്ക് നിന്നെ സ്നേഹം, പക്ഷെ നിന്നേക്കാൾ സ്നേഹം എനിക്ക് എൻ്റെ ദൈവത്തോടാ. ആ ദേവദാസൻ, ആ ചെറുപ്പക്കാരനായ പയ്യൻ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഹൃദയത്തിൽ ദൈവസന്നിധി സ്നാനത്തെ സമർപ്പിച്ചു. പക്ഷെ ഉടനെ ഒരു ചോദ്യം, എൻ്റെ അപ്പനോട് ചോദിക്കാതെ എങ്ങനെയാ ജീവിതത്തിൽ ഇതുവരെ ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഉടനെ തന്നെ ഈ ദേവദാസിൻ്റെ അകത്തുനിന്ന് അടുത്ത വാക്ക്, അവിടെ സാറയുണ്ട്. പക്ഷെ ദൈവാലോചന വന്നപ്പോൾ സാറയോട് ഒരു വാക്ക് പോലും ചോദിക്കുവാൻ അബ്രഹാം പോയില്ല. സാറയോട് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഇസാക്കിനെ കൊണ്ടുപോകാൻ സാറ സമ്മതിക്കുകയില്ല. ഇത് ഉടനെ തന്നെ ഇവിടെ ഇരുന്ന ആ സഹോദരൻ്റെ ഉള്ളിൽ ഉത്തരം കിട്ടി. ഞാൻ എൻ്റെ അപ്പനോട് ചോദിക്കാൻ പോയാൽ ജീവിതത്തിൽ ഒരിക്കലും സ്വർഗീയ അപ്പനെ അനുസരിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. അദ്ദേഹം തൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തു. ഇന്ന് അദ്ദേഹത്തെ ഇന്ത്യ മുഴുവൻ ആ വലിയൊരു ശൃംഖലയുടെ കർത്താവിൻ്റെ വേലയുടെ ഡയറക്ടറായി സ്വർഗത്തിൽ ഉപയോഗിക്കുകയാണ്. പ്രിയ സഹോദരി, ഈ ശബ്ദപരിധിയിൽ നിങ്ങൾ പലരും കേൾക്കുന്നുണ്ടാകും. നിങ്ങൾ സ്നേഹിക്കുന്നതിന് പലതിനെയും വിട്ടുകളയാൻ ഒരുപക്ഷെ ദൈവം പറയും. കാരണം ഇത് മറ്റൊന്നുമല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തെളിയുക. വെറും ഒരു വിശ്വാസം വാഗൊണ്ട് പറഞ്ഞതുകൊണ്ട് കർത്താവ് പ്രീതിയുള്ളവനല്ല. അത് നമ്മുടെ ജീവിതത്തിലൂടെ തെളിയുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി യേശുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ തെളിവാണ് ആ വ്യക്തി യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകളുണ്ട്. ആദ്യം നമ്മുടെ തീരുമാനമാണ്. രണ്ടാമത് അങ്ങനെ ഉണ്ട് എങ്കിൽ പിന്നെ നീ നിൻ്റെ സ്വന്തം രാജ്യമല്ല, യേശുവിൻ്റെ രാജ്യം. നീ തന്നെത്താൻ ത്യജിച്ച്, നിൻ്റെ രാജ്യങ്ങളെ ത്യജിച്ച്, നിൻ്റെ ഇഷ്ടങ്ങളെ ത്യജിച്ച് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകണം. ഇന്ന് പലരും അവരുടെ ചിന്തകളെ, അവരുടെ ഇഷ്ടങ്ങളെ, അവരുടെ സാമ്രാജ്യങ്ങളെ മുറുകെ പിടിച്ച് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാണ്. അത് യേശുവിനെ അനുഗമിക്കുന്നതല്ല, അത് കുഞ്ഞെ നീ നിന്നെ തന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തി അവൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെയും അവൻ്റെ സ്വന്തം സാമ്രാജ്യങ്ങളെയൊക്കെ ത്യജിച്ച് യേശുവിനെ അനുഗമിക്കും. വളരെ പ്രയാസങ്ങളുണ്ടാകും ഈ സമയത്ത്. കർത്താവ് പറയുന്നത് നിൻ്റെ ക്രൂശും എടുത്തുകൊണ്ടാണ്. അബ്രഹാത്തിൻ്റെ ജീവിതത്തിലും ക്രൂശുണ്ടായി. അബ്രഹാമിൻ്റെ ആഗ്രഹമല്ല തൻ്റെ കുഞ്ഞിനെ യാഗം കഴിക്കുക എന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ജീവിതത്തിൽ ക്രൂശുണ്ടായി. കർത്താവിൻ്റെ ആഗ്രഹം, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീങ്ങിപ്പോകണമേ. പിതാവിൻ്റെ ആഗ്രഹം അല്ല, നീ ഇതിലൂടെ പോയേ പറ്റൂ. ഹല്ലേലൂയ. ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി. പ്രിയ സഹോദരി, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയേ. നാം യഥാർത്ഥത്തിൽ കർത്താവിനെ വിശ്വസിക്കുന്ന വ്യക്തികളാണോ, അതോ വിശ്വസിച്ചെന്ന് വരുത്തി തീർക്കുകയാണോ? നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിയേ. നമ്മൾ വചനം പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് ദൈവവചനം നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യട്ടെ, നമ്മളെ ഒന്ന് വായിക്കട്ടെ. ഹല്ലേലൂയ. അതനുസരിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവർ കൂടെ ആകുക സ്വർഗത്തിലെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും ദൈവകൽപ്പനകൾ ഇതുവരെ അനുസരിക്കാതെ
ഇതുവരെ അനുസരിക്കാതെ മസിൽ പിടിച്ച് നിന്നിട്ടുണ്ട് എങ്കിൽ അബ്രഹാത്തെ പോലെ, മോനെ എനിക്ക് നിന്നെ ഇഷ്ടമാടാ, പക്ഷെ നിന്നേക്കാൾ ഇഷ്ടമാടാ എനിക്ക് എൻ്റെ യേശുവിനെ, എനിക്ക് എൻ്റെ ദൈവത്തെ. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഇതുവരെ ഞാൻ പഠിച്ച സംസ്കാരം, എൻ്റെ ചിന്ത എനിക്കിഷ്ടമാണ്, പക്ഷെ നിന്നേക്കാൾ ഇഷ്ടമാണ് എനിക്കെൻ്റെ ദൈവത്തെ, എനിക്കെൻ്റെ ദൈവത്തെ. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുമ്പോൾ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ അതിനെ ഏൽപ്പിച്ചു കൊടുത്ത പൗലോസിനെ പോലെ, ജഡരക്തങ്ങളോട് ഞാൻ ആലോചന ചോദിച്ചില്ല, ഞാൻ എൻ്റെ ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തികൾക്കായി ഈ ശബ്ദപരിധിയിൽ എവിടെ നിന്നും കേൾക്കുന്ന വ്യക്തികൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ വിശ്വാസം ഈ ലോക അനുരൂപമായ വിശ്വാസമായി തീരാതെ വചനത്തിന് അനുരൂപമായ വിശ്വാസമായി തീരട്ടെ. യേശുവിനെ വിശ്വസിക്കുന്നവൻ യേശുവിനെ അനുഗമിക്കും. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിയാട്ടെ. സ്വർഗീയ പിതാവേ, ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന സകല കുഞ്ഞുങ്ങളെയും സകല വിശ്വാസികളെയും ഈ ഹോളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ കരങ്ങളിൽ ലഭിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളൊന്ന് സ്കാൻ ചെയ്യാനിടയായതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസം ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെയാണോ അതോ ബുദ്ധി ഇല്ലാത്ത കന്യകമാരെ പോലെയാണോ? വിശ്വസിക്കുന്നു പറയുകയും ഒരുങ്ങാതിരിക്കുകയും ചെയ്യുന്ന, യേശുവിനെ അനുഗമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണോ അതോ വിശ്വസിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ഗ്രൂപ്പാണോ? ഞങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ, ആവശ്യമായ മാറ്റങ്ങൾ ഞങ്ങളുടെ അകത്ത് അങ്ങയുടെ ആത്മാവിനാൽ നടത്തിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ വിളക്ക് മാത്രമുള്ളവരല്ല, പുറം മാത്രമുള്ളവരായിട്ടല്ല, അകവും കൂടി ഉള്ളവരായി, അതിൻ്റെ അകത്ത് എണ്ണയും കൂടി ഉള്ളവരായി ഞങ്ങളെ തീർക്കേണ്ടതേ. ഒരു കാര്യം മാത്രം എടുക്കുന്നവരല്ല, 2 കാര്യം എടുക്കുന്നവരായി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങൾ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടന്നത് എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യ സഹായം സകലരോടും കൂടി ഇരിക്കട്ടെ. അങ്ങയുടെ നാമം മഹത്വം എടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.